ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലത്തെ ചായ കുടിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറും കറിയൊക്കെ വെക്കാൻ ഒരുങ്ങാൻ കേട്ടോ. അപ്പം ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ കലത്തിൽ നിറച്ചിട്ട് അത് ഗ്യാസുമ്മേ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറണ്ടില്ല, അതുകൊണ്ട് കറണ്ടടുപ്പം വെച്ചില്ല, അല്ലെങ്കിൽ ചോറ് കറണ്ടടുപ്പം വേണം വെക്കൽ. അങ്ങനെ ചോറിനുള്ള വെള്ളം തിളക്കുമ്പോഴേക്ക് ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെന്ത് ചീരയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെ അടുത്ത വീട്ടിൽ നിന്ന് തന്നതാണ്. കാണാൻ നല്ല ഒരു വാട്ടർ കണ്ടൻ്റൊക്കെ ഉള്ളൊരു ചീര കേട്ടോ. അപ്പോൾ ഇത് പരിപ്പിലിട്ട് വെക്കാനാണെന്ന് പറഞ്ഞ് തന്നപ്പോൾ എന്നാൽ ശരി ഇന്ന് പരിപ്പും ചീരയാക്കാമെന്ന് വിചാരിച്ചിട്ട് ചീരയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. മക്കൾ മദ്രസ വിട്ട് വന്ന് അവർ ചായയൊക്കെ കുടിച്ച് കളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴേക്ക് ചോറും കറിയും ഒക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് ചോറിന് വെള്ളം വെച്ചു. പിന്നെ ചീര നുള്ളാനിരുന്നു കേട്ടോ. ചീര നുള്ളുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു, ഈ ചീര ടേസ്റ്റ് ഉണ്ടാകുമോ, എങ്ങനെയാണ്, ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നന്നാക്കണത്. എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നുള്ളി എടുത്തു കേട്ടോ. അങ്ങനെ ചീരയൊക്കെ നുള്ളി കഴിഞ്ഞ ഉടനെ തന്നെ അടുപ്പത്തേക്ക് വന്ന് നോക്കിയപ്പം വെള്ളമൊക്കെ നല്ലോണം തിളച്ചിരുന്നു. അപ്പോൾ ഞാൻ വെള്ളം സിമ്മിക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അരി കഴുകിയിടാമെന്ന് വിചാരിച്ചിട്ട് അരിയൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. എന്നും അരി പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടാണ് കറിക്കുള്ളത് നോക്കൽ. ഇന്നിപ്പോൾ അരി എടുത്ത് വെക്കാൻ തന്നെ മറന്നുപോയി കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം കഴുകിയെടുത്തിട്ട് പെട്ടെന്ന് തന്നെ അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മക്കൾ വരുമ്പോഴേക്ക് ചോറും കറിയും ആയിട്ടില്ലെങ്കിൽ സമയമായില്ലെങ്കിൽ പോലും ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് അവർ കളിച്ച് വരിക. അപ്പോഴേക്ക് ചോദിക്കും ചോറും കറി ആയില്ലേ, വിശക്കുണ്ടെന്ന് കേട്ടോ. സ്കൂളില്ലെങ്കിൽ ഇങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്നുണ്ട് എല്ലാവരും വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ കുട്ടികളെ. വിശക്കുന്നുണ്ട് സ്കൂളുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ടിയിട്ടില്ല. ചില ദിവസങ്ങളിൽ പിന്നെ ഒക്കെ ആയി, ചോറും കറിയും ഒക്കെ ആയിട്ട് എന്തെങ്കിലും കഴിച്ചോന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് വിശപ്പുണ്ടാവില്ല കേട്ടോ. എന്നാൽ ചില ദിവസം വന്നിട്ട് നമ്മൾ ചോറും കറിയും ഒന്നും ആക്കാതെ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അങ്ങോട്ടോ വൈകിയാൽ അപ്പോൾ അവർക്ക് ചോറ് വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇന്നങ്ങനെ കുറച്ച് നേരം വൈകിയ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അരി ഇട്ട് കൊടുത്തതിന് ശേഷം 2 പിടി പരിപ്പും കൂടി കഴുകിയിട്ട് അതും വേവിക്കാൻ വെക്കാൻ കേട്ടോ. പരിപ്പ് ആദ്യം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ ചീരയൊക്കെ കഴുകി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പരിപ്പൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഉപ്പേരി വെക്കാനായിട്ട് 2 ബീറ്റ്റൂട്ടും 2 ക്യാരറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറേ ദിവസമായി ഫ്രിഡ്ജിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ അത് വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായി കൊണ്ടുവന്ന് വെച്ചിട്ട്. അപ്പോൾ പരിപ്പൊക്കെ അടുപ്പത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ആ ബീറ്റ്റൂട്ടും ക്യാരറ്റും ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ തൊലിയും ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചോപ്പറിലിട്ടിട്ടുണ്ട്. 2-3 അമർത്തിയാൽ മതിയല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ആയും കിട്ടും കേട്ടോ. ഈ ചോപ്പർ അടിപൊളിയാണ് കേട്ടോ. ഞാൻ കുറേ ആയത് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2-2.5 വർഷത്തോളമായിട്ടോ അത് യൂസ് ചെയ്യണത്. അടിപൊളി പ്രൊഡക്റ്റാണ്. പിന്നെ മക്കൾ സ്കൂൾ പോകുന്ന സമയത്തും ഒക്കെ നമുക്ക് ബീറ്റ്റൂട്ടും ക്യാരറ്റ് അതുപോലെ കാബേജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അരിയാൻ പെട്ടെന്നാണ് കേട്ടോ. അതിൽ ഇട്ടിട്ട് 2 അമർത്തിയാൽ മതി. അരിയിൽ കഴിയും ചെയ്യും, പറ്റ ചെറുതായി വരും. നല്ല ഉപ്പേരിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവും ചെയ്യും കേട്ടോ. അങ്ങനെ ഉപ്പേരിക്കുള്ളൊക്കെ അരിഞ്ഞ് അതൊക്കെ ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ ചീര കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. ഇനി മണലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോവാലോ എന്ന് വെച്ചിട്ട് അതൊന്ന് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ ചോറ് നോക്കുമ്പോൾ ഒരു തലം കൂടെ തിളച്ചാൽ മതി കേട്ടോ. ചോറും അത്യാവശ്യം വെന്ത് വന്നിരുന്നു. പിന്നെ പരിപ്പ് നോക്കുമ്പം അതും നല്ലോണം വെന്ത് വന്നിരുന്നു കേട്ടോ. പിന്നെ അതിക്ക് മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ചീരയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചീര ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ വിസിലൊന്നും വെച്ചില്ല കേട്ടോ. നല്ലോണം ഇളക്കിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ചോറ് ഊറ്റാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഊറ്റി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അടുപ്പത്ത്. പിന്നെ കടുക് പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് പിന്നെ ബീറ്റ്റൂട്ടും ക്യാരറ്റും അരിഞ്ഞതും കൂടി ഇട്ടു. ആവശ്യത്തിനുള്ള ഉപ്പും 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് അതൊക്കെ നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിരിക്കണം കേട്ടോ. വെള്ളമൊന്നും ഇല്ലാതെ അങ്ങനെ ആ സിമ്മിൽ കിടന്നിട്ട് അങ്ങനെ വെന്തോളും. അപ്പോൾ അത് സിമ്മിൽ കിടന്ന് അങ്ങനെ വേവുന്ന സമയം കൊണ്ട് ഞാനൊന്ന് അടിച്ചോരിടാമെന്ന് വിചാരിച്ചിട്ടോ. അടിച്ചോരിയിട്ട് ഇപ്പോൾ രാവിലെ ചായ കൂടി കഴിഞ്ഞിട്ട് ഒരു അടിച്ചോരൽ കഴിഞ്ഞതാണ്. ഇത് 2ാമത്തെ അടിച്ചോരലാണ് കേട്ടോ. കുറേ ആളുകളൊന്നുമില്ല, പക്ഷേ നിച്ചുട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നിട്ട് അതും ഇതും ഇങ്ങനെ വാരി കൊടുന്നിട്ടിട്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് വേസ്റ്റ്. പിന്നെ അതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചു വാരാമെന്ന് വിചാരിച്ചു. രാവിലെ ചായ കുടി കഴിഞ്ഞപ്പോൾ നല്ലോണം തട്ടിക്കൊട്ടിയൊന്നും അടിച്ചോരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ കുടിച്ച ഭാഗം മാത്രമാണ് അടിച്ചോരിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ലോണം ഒന്ന് അടിച്ചു വാരി എടുത്തു. പിന്നെ ഞാൻ പേപ്പറൊക്കെ ആദ്യമൊക്കെ ഒന്ന് പൊറുക്കിയിട്ടതിന് ശേഷം പിന്നെ ബാക്കിയുള്ളതൊക്കെ മുറത്തേക്ക് വാരി എടുത്തിക്കണം കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ ഉപ്പേരിയൊക്കെ ഒന്ന് റെഡിയായി വന്നിരുന്നു. അങ്ങനെ ഉപ്പേരിയൊക്കെ മാറ്റി അത് മാറ്റിയതിന് ശേഷം പിന്നെ ചീരയും പരിപ്പും അതും വന്നിരുന്നു. പിന്നെ അതിലേക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയൊക്കെ കൂടി അരച്ചിട്ട് അതും കൂടി കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ
കറി ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് കറി തൂമിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അതും പിന്നെ കറിവേപ്പിലയും 2 വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് കറി ഒന്ന് തൂമിച്ചും കൂടി എടുത്തിട്ടുണ്ട്. കറി വെച്ചപ്പോൾ ഞാൻ 2 നേരത്തിനായിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് തോനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രിക്കൊക്കും ഇതേ കറി തന്നെയാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ചോറ് തിന്നണ സമയത്ത് ഉണക്കൽ മീൻ പൊരിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇനി പാത്രം കഴുകലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് അവസാനം പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പാത്രം കഴുകാൻ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ചോറും കറിയും വെച്ചതും. പിന്നെ മക്കൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് വന്ന് ചായ കുടിയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പാത്രങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. സ്കൂൾ പൂട്ടിയതുകൊണ്ട് പാത്രം എത്ര കഴുകിയാലും സിങ്കിൽ എങ്ങനെയായാലും 1 ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ ബാക്കി ഉണ്ടാവും കേട്ടോ. ഇനി എല്ലാം കഴുകി തുടച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്ക് അപ്പോൾ ഒരു വെള്ളം കലക്കലും ജ്യൂസ് അടിക്കലും അല്ലെങ്കിൽ മാങ്ങയും ഉപ്പും തിന്നലും അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയായിട്ട് പാത്രങ്ങൾ എപ്പോഴും കഴുകാനിപ്പോൾ എന്നും അങ്ങനെയാണ് കേട്ടോ. ഇനി സ്കൂൾ തുറന്നിട്ടേക്കാരം പാത്രം കഴുകലിൽ ഒരു ഒഴിവൊക്കെ കിട്ടുക. അങ്ങനെ പാത്രം കഴുകലും കൗണ്ടർ ടോപ്പ് തുടക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്നാൽ പെട്ടെന്ന് തന്നെ അടിച്ചോരി തുടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അടിച്ചോരി തുടക്കാന്ന് പറഞ്ഞാൽ അടിച്ചോരി ഇട്ടിരുന്നു. അപ്പോൾ പിന്നെ തുടക്കൽ മാത്രം കേട്ടോ. അപ്പം ഞാൻ ഈ റൂമുകളൊക്കെ കുട്ടികൾ മദ്രസ വിട്ട് വരുന്നതിന് മുന്നേ തന്നെ റൂമുകളൊക്കെ തുടച്ചിരുന്നു. അപ്പോൾ ഹാളും അടുക്കളയും മാത്രമാണ് കേട്ടോ തുടക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഹാളും അടുക്കളയും കൂടി ഉണ്ട് തുടച്ചിട്ടു. പിന്നെ ഉമ്മറൊക്കെ ഒന്ന് അടിച്ചു വിട്ടു കേട്ടോ. പിന്നെ 2 ദിവസം മഴ പെയ്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടിക്കുന്നതുകൊണ്ട് ഇങ്ങനെ പച്ച പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചൂല് വെച്ചിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടൊക്കെ ഒന്ന് അടിച്ചോരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.